ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു കാടമുട്ട മസാലയുടേതാണ്. വളരെ അധികം പോഷക ഗുണങ്ങളുള്ള ഒരു റെസിപ്പി തന്നെയായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് 20 കാടമുട്ട എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി പൊടിയരിഞ്ഞതും, 2 പച്ചമുളക്, ഒരു വലിയ തക്കാളി, 3 ടീസ്പൂൺ തേങ്ങ ചിരവിയത്, 2 മീഡിയം സൈസ് സവോളയും, ഒരു 5-8 വെള്ളുള്ളി അല്ലിയും. അപ്പോൾ നമ്മൾ തക്കാളി മുഴുവനായിട്ട് വേണ്ട, ഒരു 3/4 ഭാഗം മതി. അപ്പോൾ കാടമുട്ട ഒരു പാത്രത്തിലേക്ക് നികരെ വെള്ളത്തിലിട്ടുക, ഫ്ലെയിം ഓണാക്കി കൊടുത്തു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ബോയിൽ ചെയ്ത് വരട്ടെ. അപ്പോഴേക്കും നമ്മൾക്കൊരു മസാല ഉണ്ടാക്കാനായിട്ട് ഒരു ചീനിച്ചട്ടിയിൽ ഒരു 1.25 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം ഒരു സ്പൂണ് മല്ലി, ഒരു 4 വറ്റൽമുളക്, 2-3 കഷ്ണം പട്ട, 3 ഗ്രാമ്പു, ഒരു 1/2 ടീസ്പൂണ് പെരുംജീരകം, ഒരു 10-15 കുരുമുളകും ചേർത്ത് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുക്കണം. അതൊന്ന് വറുത്ത് ബ്രൗൺ നിറമാകുന്ന സമയത്ത് നമുക്ക് ആ തേങ്ങ ചിരവിയതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോകാതെ നമുക്കത് ബ്രൗൺ നിറമായിട്ട് തന്നെ അത് ചൂടാക്കിയെടുക്കണം. ഈ ഒരു ഘട്ടം ആകുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ആ എണ്ണയൊക്കെ ഒന്ന് ഊറി വരുന്ന ഈ സമയത്ത് ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഒരുവിധം ചൂടാറിയതിന് ശേഷം നമ്മളൊന്ന് അരച്ചെടുക്കുക. ഫുള്ളായിട്ട് ചൂടാറാൻ നിൽക്കരുത്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് വെള്ളം ചേർക്കാതെ നമ്മളിതൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾക്ക് ഇതേപോലെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതാ കാടമുട്ട അതവിടെ പുഴുങ്ങി വന്നിട്ടുണ്ട്. നമ്മൾക്കിതാ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. വെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് സിമ്മിൽ വെച്ചാൽ കാടമുട്ട വെന്ത് കിട്ടിക്കോളും. അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് വൃത്തിയായി കഴുകി ഞാൻ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ഒരു 1.5 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തു. തീ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് സവാള ചേർത്ത് കൊടുക്കാം. നീളത്തിൽ കട്ട് ചെയ്തതാണ്. അതേപോലെ വെള്ളുള്ളിയും ചെറുതായി കട്ട് ചെയ്തത്, ഇഞ്ചി കട്ട് ചെയ്തതും, പച്ചമുളക് 2ആയി കട്ട് ചെയ്തതും ചേർത്ത് നമുക്കതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുവിധം ആ സവാളയുടെ ഇതളൊക്കെ ഒന്ന് വിട്ട് ഒന്ന് സെറ്റായി വരുന്ന സമയത്ത് നമുക്ക് അതിൽ തക്കാളി കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കണം. തക്കാളി അതിൻ്റെ മുഴുവൻ എടുത്തില്ല, ഒരു 3/4 ഭാഗം എടുത്തിട്ടുള്ളൂ. ഇതേ വലിപ്പത്തിൽ ആ തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മൾ സവാളയും തക്കാളിയൊക്കെ ശരിക്കും ഇതാ വഴന്ന് ഒരുവിധം വന്നിട്ടുണ്ട്. ഇപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 സ്പൂണിൽ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക, ഒരു കളറിനും കൂടിയിട്ടാണ്. പിന്നെ ഒരു 1/2 സ്പൂൺ നമ്മൾ മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റായി. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് അതിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 1.5 സ്പൂൺ അരപ്പ് കിട്ടിയിട്ടുണ്ട്. പിന്നെ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഈ അരപ്പ് വെള്ളം ഒഴിക്കും തോറും കുറുകി വരും. അപ്പോൾ ഞാൻ കുറേശ്ശെ ഇതേപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി വെള്ളം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ തിളച്ച് മസാലയൊക്കെ ഒന്ന് സെറ്റായി വരട്ടെ. ഈ സമയത്ത് ഞാൻ അതിൻ്റെ ഉപ്പൊക്കെ നോക്കുന്നുണ്ട്. ഒരല്പം പോരാകിയുണ്ട്, ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. എന്നതിന് ശേഷം എന്താ കാടമുട്ട ഇതേപോലെ ഒരു 4 വശം ഒന്ന് ഓരോ കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. നല്ല പോഷക ഗുണമുള്ള ഒരു ഐറ്റം തന്നെയാണ് ഈ കാടമുട്ട മസാല. കുട്ടികൾക്കൊക്കെ നല്ലതുപോലെ ഒന്ന് ഇഷ്ടപ്പെടും. അപ്പം ഞാനിപ്പോൾ ഇതിവിടെ അല്പം സ്പൈസി ആയിട്ടാണ് ചെയ്യുന്നത്. കുട്ടികൾക്കാകുമ്പോൾ നമ്മൾ അല്പം എരിവ് കുറച്ചാൽ മതി. അപ്പോൾ അതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മസാലയൊക്കെ ഒന്ന് അതിലേക്ക് ചേർന്ന് പിടിക്കാൻ വേണ്ടിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ടേസ്റ്റിയും നല്ല സ്പൈസിയായ കാടമുട്ട മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവർ എന്തായാലും ചെയ്ത് നോക്കുക. അപ്പോൾ അവസാനമായിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇതേപോലെ തൂവി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഫ്ലെയിം ഞാനത് ഓഫാക്കി കൊടുത്തു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഞാനത് വേറെ പാത്രത്തിലേക്ക് പകർത്തി കാണിച്ചു തരാം. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടിപൊളി കാടമുട്ട മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ, നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റും, ചപ്പാത്തിയുടെ കൂടെ, എന്തിൻ്റെ കൂടെ ഇത് കഴിക്കാം. അപ്പോൾ സൂപ്പറായില്ലേ? വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.